ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഇന്ത്യൻ നേഷൻ സന്ദർശനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലിയിലെത്തിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്നൊരു ലോങ് റൂട്ടിന് പോവുക, മലാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അതായത് ബാലി സെൻട്രൽ സിറ്റിയിൽ നിന്നും ഏകദേശം 95-100 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് പോകുന്നത്. സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ 2-3 ദിവസമായിട്ടെല്ലാം കവർ ചെയ്ത് ഇന്നെന്തായാലും അങ്ങോട്ടേക്ക് ഇത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടി രാത്രി പുറപ്പെട്ട് കഴിഞ്ഞ് ഞാനും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ സാരഥി മിസ്റ്റർ ഗുസ്തിയും ഉണ്ട്. ടൗണിൽ നിന്നും ഞങ്ങൾ ഔട്ടാകുകയാണ്, ഏകദേശം ഔട്ടായിക്കൊണ്ടിരിക്കുന്നു. തിരക്കുകൾ ഒഴിഞ്ഞ ഒരു പ്രഭാതം. പക്ഷെ ഞങ്ങൾ രാവിലെ 8 മണിക്കൂടെ പുറപ്പെട്ടുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും ട്രാഫിക് ജാമിലേക്ക് പെടുമായിരുന്നു. ഇന്തോനേഷ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇന്തോനേഷ്യ ഒരു ലോകരാഷ്ട്രങ്ങൾ അറിയപ്പെടുന്ന ഒരു മുസ്ലിം രാജ്യമായിട്ടാണ് കാണപ്പെടുന്നതും അറിയപ്പെടുന്നതും. അത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകത ബാലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ, ഇവിടെയുള്ള പോപ്പുലേഷൻ്റെ ഏകദേശം 75% ഹിന്ദുക്കളാണ്. ബൈക്കുകളിലൊരു ഘോഷയാത്രയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ടൗൺ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ടൗണിലേക്ക് രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും. രാവിലെ എല്ലാവരും ടൗണിലേക്ക് ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കിലാണ്. കാണാമല്ലോ ബൈക്കുകളുടെ ഒരു ഘോഷയാത്ര. കൃഷി ഈ രാജ്യത്തിൻ്റെ ഒരു വരുമാനമാണെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകുന്തോറും കാണാവുന്നതാണ് ഇതാണ് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ കുട്ടാട്ടിൻ്റെ ചെറിയ പ്രതീതി. ഈ സോളോ യാത്ര ചെയ്യുമ്പോൾ, അതായത് ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളാണ് ഞാനിപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്നേഹിതമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹത്തിനും ഇത് ഫോളോ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ പോയി നമുക്ക് ആസ്വദിക്കുന്നതിൻ്റെക്കാൾ എത്രയോ ഇരട്ടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്.
ഓരോ രാജ്യത്തിൻ്റെയും എൻ്റെ ഹൃദയസ്പന്ദനം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോഴുള്ള ഗ്രാമങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം. ഞങ്ങൾ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ വൃക്ഷ ജലാദികളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ വീടിനും ഓരോ അമ്പലം, പിന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒന്നിലധികം അമ്പലങ്ങളുള്ള വീടുകളും ഉണ്ട്. വെളിയിൽ ഗേറ്റിനോട് ചേർന്ന് പിന്നെ മതിലിനുള്ളിലും ഉള്ളവരുണ്ട്. 3 പേര് നിയമവിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ ഫൈനടിക്കും. ഇന്തോനേഷ്യയുടെ തനതായ ഡ്രസ്സിൽ ഒരു ഫാമിലി മുത്തുക്കുടകൾ വിൽപ്പനയ്ക്ക്. ഇന്ന് എൻ്റെ കൂടെ ഗുസ്തി വന്നിരിക്കുന്നത് ഇവരുടെ തനതായ ഡ്രസ്സിലോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിതൊരു അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോവുകയാണ് ഗുസ്തിയായിട്ട്. പൂന്തോട്ടങ്ങളുടെ അമ്പലം എന്നറിയപ്പെടുന്ന ഒരു അമ്പലമാണിത്. ഹിയോമിങ് എന്ന സ്ഥലത്തിൽ റോയൽ ഫാമിലി ആയിരുന്നു മുൻപ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ 1950 ശേഷം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ടേൺ ഓവറിന് ശേഷം ഇത് വീണ്ടും ലോക്കൽ പീപ്പിൾസിലേക്കായി. ഇവിടെ ഒരു ഫോർമാലിറ്റീസ് ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ കയറണമെങ്കിൽ അതിന് പ്രത്യേക ഡ്രസ്സ് ഉണ്ട്, അതും എടുക്കേണ്ടി വരും. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഇവിടെ കോഴിപ്പോര് നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. വർഷത്തിൽ 2-3 പ്രാവശ്യം ചില ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. ആ ടൈമിലാണ് പൂർണ്ണമായിട്ടും ഇത് കാണിക്കുന്നത്. ഗാർഡൻ ടെമ്പിൾ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ Taman Ayun Temple. അടുത്ത Taman Ayun Temple. തമാൻ അയൂൺ ടെമ്പിൾ. മനസ്സിലായല്ലേ? റോയൽ ഫാമിലിയുടെ കീഴിലായിരുന്നു ഇത്. 1950 ശേഷമാണ് ഇത് മറ്റു ലോക്കലായിട്ടുള്ള ഭരണ സമിതിയിലേക്ക് കൈമാറിയത്. Well, it is the botanical garden behind the Taman Ayun Temple area. They have a lot of garden around the temple. Also, the big pool surrounding the temple. So, make sure the area will be very pretty there. Yeah, behind there is a Dewi Sri statue, a symbol of the prosperity god in Bali. So, yeah, it is the real Barong and Rangda, a statue usually using for the Barong Dan, Barong and Kristen. When there is a temple festival ceremony, like the main temple ceremony, the lion is small good spirit and the monster is the evil. So in the daily life, they have to gather how to make it a good spirit will be more than evil spirit. Then, so I also put the. വെരി ലക്കിയാണ്. എൻ്റെ കൂടെ ഇദ്ദേഹം വന്നിട്ടുണ്ട്. എൻ്റെ ഗുസ്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. വീഡിയോ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ തരുന്നുണ്ട്. അദ്ദേഹം വീഡിയോ എല്ലാം പിടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പറ്റിയൊരു ഗൈഡാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് പറ്റിയ ഗൈഡും ഒരു ഡ്രൈവറും എല്ലാം കൂടെ അഡ്വൈസ് ചെയ്യാൻ എല്ലാത്തിനും. കാരണം ഈ ലോക്കലായത് കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിചയമുണ്ട് അദ്ദേഹത്തിന്. അത് കാരണം ഞാൻ ക്യാമറ അദ്ദേഹത്തിന് കൊടുത്തു. ഗുസ്തി ടാക്സി എടുത്ത് നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്നെ ഇവിടെ നിർത്തിയിട്ട് അദ്ദേഹം വരും, 2 മിനിറ്റുള്ളിൽ വരും. ഇവിടുന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് പോകാനുള്ള വാഹനമായിട്ട് ഗുസ്തി വരുന്നുണ്ട്. ഗുസ്തി എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട. എൻ്റെ ഗൈഡിൻ്റെ പേരാണ്, ഇവിടുത്തെ ലോക്കലാണ്. അദ്ദേഹത്തിന് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും യാത്ര തുടരാൻ പോകുന്നു. കാരണം ഇന്നലെ ഞങ്ങൾ ഇന്തോനേഷ്യൻ ഫുഡൊക്കെയാണ് കഴിച്ചത്. ഇന്നിപ്പം അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നത് ബാലിയുടെ അല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെ ലോക്കൽ ഫുഡ്, തീർച്ചയായും ലോക്കൽ ഫുഡായിട്ടുള്ള ഒരു ഐറ്റംസിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോകുന്നത്. തയ്യാറായിരുന്നോടെ പറഞ്ഞിരിക്കുകയാണ് സാരഥി. ഇതിൻ്റെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരികയും കാണിച്ചു തരികയും ചെയ്യാം. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തിയാൽ ഏറ്റവും നന്ന്. ലൈക്കും ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക.
അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ആ കമൻസിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.